ഞാൻ ഡോക്ടർ ഷാജി, റേഡിയോളജിസ്റ്റാണ്. കോഴിക്കോട് കഴിഞ്ഞ 28 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. സ്വന്തം സ്ഥാപനങ്ങളാണ്, മെയിൻലി നോർത്ത് കേരളയിലാണ് സ്ഥാപനങ്ങളുള്ളത്. എലൈറ്റ് എലിവേറ്റേഴ്സിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ എലൈറ്റ് എലിവേറ്റേഴ്സ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തൂടെ എന്നുള്ളൊരു ഇത് ചോദിച്ചത്. നമ്മളുടെ പ്ലാനിൽ ഇനീഷ്യലി നമ്മൾ ആദ്യം ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നു. പിന്നീട് സ്പേസ് പോകുമോന്നോ അല്ലെങ്കിൽ നമുക്കിത് ഒരു ഭംഗി കുറവുണ്ടാവുമെന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ആദ്യം വേണ്ടാന്ന് വെച്ചാലും തീരുമാനിച്ചു. പിന്നീടാണ് ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ ഫിനിഷും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ തന്നെ ഉള്ളിൽ തന്നെ, വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇവിടെ ഈ ഡിസിഷൻ, ഒരു ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർക്കിടെക്റ്റായി ഇരുന്നിട്ട് നമ്മളുടെ പ്ലാൻ ഒന്ന് മോഡിഫൈ ചെയ്തു. ബിക്കോസ് നമ്മളെ ടെറസ് അതർവൈസ് നമ്മൾ അങ്ങനെ വേറൊരു വലിയൊരു പർപ്പസ് വിചാരിച്ചിരുന്നില്ല. ലിഫ്റ്റ് വന്നതിന് ശേഷം നമുക്ക് മേലെ, അതായത് നമ്മുടെ റൂഫ് ടോപ്പാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പേസായി മാറിയത്. എല്ലാ ഈവനിങ്സും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈമും പാർട്ടി ഏരിയ ആയിട്ടും ജിമ്മും എല്ലാം ഈ റൂഫ് ടോപ്പായി മാറി. അതുകൊണ്ട് ഈ ലിഫ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സെക്കൻഡ് ഫ്ലോർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതുപോലെ യൂസ് ചെയ്യുന്നത്. ഇത്രയും എല്ലാ ഫങ്ഷൻസിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പേസ് ശരിക്കും പറഞ്ഞാൽ റൂഫ് ടോപ്പായി മാറി. അത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലിഫ്റ്റാണ്, എന്നൊരു സംശയമില്ല. പിന്നീട് എനിക്ക് തോന്നിയൊരു വലിയൊരു അഡ്വാൻറ്റേജ്, എൻ്റെ അമ്മ കുറച്ച് നാൾ അവർ നാട്ടിൽ നിന്ന് വന്ന് നമ്മളെ അടുത്ത് നിന്ന സമയത്ത് അമ്മയ്ക്ക് ഇതുപോലെ സ്റ്റെപ്സൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് മുഴുവൻ എന്നും നടന്ന് കാണാനും, പിന്നെ മേലെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഈ നമ്മളുടെ എണ്ണയൊക്കെ തേച്ച് പണ്ട് ആളുകൾ കുളിക്കുന്ന പോലത്തെ ഒരു ടോയ്ലറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മയ്ക്ക് അത് ഉപയോഗിക്കാനും, അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായ സംഗതി ഈ ലിഫ്റ്റാണ്. അമ്മയ്ക്ക് അതുപോലെ ഞാൻ വിചാരിക്കുന്നത് പലർക്കും ലിഫ്റ്റ് നമ്മൾ ഈ മേലെ പാർട്ടി ഏരിയയും അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് ഈ വീട്ടിൽ വരുന്ന ഗസ്റ്റ്സ് പലർക്കും സ്റ്റെപ്പ് കയറാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും ലിഫ്റ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ യൂസ്ഫുൾനെസ്സിനെ പറ്റി ഒരു ഡൗട്ടുമില്ല. ബിക്കോസ് ഐ തിങ്ക് ലിഫ്റ്റ് ഇതിൻ്റെ ഒരു വീടിൻ്റെ ഒരു സാധാരണ ഒരു പാർട്ടാവുന്ന ടൈം അധികം ദൂരമല്ല, ഒരു സംശയമില്ല. എലൈറ്റ് എലിവേറ്റേഴ്സ് അതിൻ്റെ ടെക്നോളജി, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ടൈപ്പ് എലിവേറ്ററാണ്. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ്. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ചെയിൻ ടൈപ്പ് ടെക്നോളജി അല്ല. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എലിവേറ്റേഴ്സിൻ്റെ സോഫിസ്റ്റിക്കേഷൻ വളരെ നന്നാവണം. ബേസിക്കലി ബിക്കോസ് ടെക്നോളജിയാണ്. ടെക്നോളജി വളരെ അഡ്വാൻസ്ഡും വളരെ സ്മൂത്തായിട്ടുള്ള നല്ലൊരു ടെക്നോളജിയാണ്. ആ ലിഫ്റ്റിൽ പോകുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു കംഫർട്ടും ഇത്. അതുകൊണ്ടാണ് പിന്നെ ഇവരുടെ ഒരു സർവീസ് സപ്പോർട്ടിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ കംഫർട്ടും ഉണ്ടായിരുന്നു. ആ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഈ എലൈറ്റ് എടുക്കാനും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനും കാരണം.